ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പുറത്തിറങ്ങിയ മഹേഷ് നാരായണൻ സിനിമയായ പേട്രിയറ്റിന്റെ ടീസർ ഡീകോഡിംഗ് ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ടീസർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. റിലീസ് ആവാത്ത സിനിമയായതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 12 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന ബിഗ് ബജറ്റ് സിനിമയാണ് പേട്രിയറ്റ്. സിനിമയുടെ പേര് പോലെ തന്നെ രാജ്യസ്നേഹമാണ് സിനിമയുടെ പ്രധാന തീം. പേട്രിയറ്റ് എന്ന ഈ ഒരു സിനിമ ഒരു എസ്പെയിനോജ് സ്പൈ ത്രില്ലറാണ്. ഇന്ത്യക്കുള്ളിലും ഇന്ത്യയുടെ പുറത്തും നടക്കുന്ന ചാരപ്രവർത്തികളെ കുറിച്ചാണ് സിനിമ പറയുന്നത്. ടീസറിന്റെ തുടക്കത്തിൽ തന്നെ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം പറയുന്നുണ്ട്, എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് ഇവർ രണ്ടുപേരും നിയന്ത്രിച്ചതായിരുന്നു ഈ രാജ്യം, എന്നാൽ പിന്നീട് ഇവർ ഉണ്ടാക്കിയെടുത്ത വിശ്വാസം എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി എന്ന്. ആ രണ്ടുപേർ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കഥാപാത്രങ്ങളായിരിക്കാം. ടീസറിലും മറ്റ് സ്ഥലങ്ങളിലും കൊടുത്തിട്ടുള്ള രേഖകൾ അനുസരിച്ച് ഇന്ത്യൻ മിലിറ്ററിക്ക് ലീഗൽ അഡ്വൈസ് കൊടുക്കുന്ന JAG ഓഫീസർ അഥവാ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസർ ഒരു ചാരപ്രവൃത്തിയുടെ പേരിൽ താൻ ചെയ്യാത്ത കുറ്റത്തിന് രാജ്യദ്രോഹി എന്ന പേര് മുദ്ര കുത്തപ്പെടുന്നു. അങ്ങനെ ചാരപ്രവർത്തിക്ക് വേണ്ടി കള്ളക്കേസിൽ കുടുങ്ങിയ ആ JAG ഓഫീസർ തന്റെ നിരപരാധിത്വം തെളിയിക്കാനും ഒപ്പം തന്റെ രാജ്യത്തിന് ഭീഷണിയാകുന്ന ഒരു വഞ്ചന അവസാനിപ്പിക്കാനും വേണ്ടി ഒരു രഹസ്യ ദൗത്യത്തിന് വേണ്ടി പോകുന്നു. ഇതായിരിക്കാം സിനിമയുടെ കഥ. ഈ ഓഫീസറായി അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടി ആവാനാണ് സാധ്യത. കാരണം ഫഹദ് ഫാസിൽ പറയുന്നത് തന്റെ അച്ഛൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഫഹദിന്റെ പ്രായം എത്തുമ്പോഴേക്കും ഈ പറഞ്ഞ ഓഫീസർക്ക് നല്ല പ്രായമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ മമ്മൂട്ടിയെ കാണിച്ചിരിക്കുന്നത് തല നരച്ച മുതിർന്ന ഒരു വ്യക്തിയായിട്ടാണ്. അതുകൊണ്ട് ഉറപ്പായും ചാരവൃത്തിക്ക് വേണ്ടി കള്ളക്കേസിൽ കുടുങ്ങിയത് മമ്മൂട്ടിയുടെ കഥാപാത്രമാണെന്ന് ഉറപ്പിക്കാം. അദ്ദേഹത്തിന്റെ കൂടെയുള്ള കേണൽ റഹീം നായിക്കായി അഭിനയിച്ചത് മോഹൻലാലാണ്. ഇവര് രണ്ടുപേരും ഒരു ടീം ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ടീസറിന്റെ അവസാനത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, രാജ്യദ്രോഹി എന്ന പേര് വേണോ അതോ രാജ്യസ്നേഹി എന്ന പേര് വേണോ എന്ന്. അതുകൊണ്ട് തന്നെ ചാരപ്രവർത്തിയിൽ കുടുങ്ങിയ കള്ളക്കേസിൽ പെട്ടുപോയവരിൽ ഇവർ രണ്ടുപേരുടെയും സാന്നിധ്യമുണ്ടെന്ന് വ്യക്തമാണ്. എന്നാൽ ഇവരുടെ കൂടെ മൂന്നാമതായി ഒരാളുണ്ട്. കാരണം ടീസറിലെ 2 ഭാഗത്തായി 3 പേരെ കുറിച്ച് പറയുന്നുണ്ട്. അതുമാത്രമല്ല, മോഹൻലാലിന്റെ കഥാപാത്രം ഞങ്ങൾ 3 പേരുണ്ട്, സാറിന് തടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു പക്ഷെ വില്ലനോടായിരിക്കാം മോഹൻലാൽ സംസാരിക്കുന്നത്. വില്ലനോട് സംസാരിക്കുമ്പോൾ സാർ എന്ന് പറയുന്നതിലൂടെ പ്രധാന വില്ലൻ ഒരുപക്ഷെ ഇവർ മുൻപ് ബഹുമാനത്തോടെ കണ്ടിരുന്ന വളരെ മുൻനിരയിൽ അറിയപ്പെട്ടിരുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാവാനും സാധ്യതയുണ്ട്. ഈ സിനിമയുടെ കഥ ഇന്ത്യയിൽ നടന്ന യഥാർത്ഥ കഥയുമായി ഒരു ബന്ധമില്ലെന്നാണ് സംവിധായകൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റ് എടുത്ത് ഓൾട്ടറേഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മുൻപത്തെ സിനിമകളായ ടേക്ക് ഓഫ്, മാലിക് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. എന്നാൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കഥാപാത്രങ്ങളെ ഫഹദിന്റെ കഥാപാത്രം പലപ്പോഴായി നിരീക്ഷിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ കഥാപാത്രം ബീച്ചിലൂടെ നടക്കുന്നതും മമ്മൂട്ടിയുടെ കഥാപാത്രം മിഡിൽ ഈസ്റ്റിലെ എയർപോർട്ടിൽ പോകുമ്പോഴുള്ള CCTV വിഷ്വൽസ് എല്ലാം ഫഹദിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഇവർ രണ്ടുപേരും എവിടെയാണെന്ന് അറിയാൻ ഇവരെ ഇപ്പോഴും പിന്തുടരുന്നുണ്ടെന്ന് വ്യക്തമാണ്. അതോടൊപ്പം മോഹൻലാലിന്റെ കേണൽ റഹീം നായിക് എന്ന കഥാപാത്രത്തിന് നടക്കുന്നതിന് ഒരു വടിയുടെ സഹായമുണ്ട്. ലിഫ്റ്റിനുള്ളിൽ വെച്ചിട്ടുള്ള ഫൈറ്റിനിടയിലും അദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ വെച്ചുള്ള ബ്ലാസ്റ്റും കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുള്ളതായി കാണാം. അതുമാത്രമല്ല, പ്രായമായ മമ്മൂട്ടിയുടെ ഒരു കാല് വെപ്പുകാലാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപുള്ള സീൻ കാണിക്കുമ്പോൾ നടക്കുമ്പോൾ കാലിന് യാതൊരു പ്രശ്നവും കാണുന്നില്ല. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കാര്യം മോഹൻലാൽ നടക്കാൻ വടി ഉപയോഗിക്കുന്നതും രാജ്യത്തിന് വേണ്ടി അവർ ചെയ്ത ഏതെങ്കിലും മിഷനിൽ അവർക്ക് പറ്റിയ അപകടങ്ങൾ മൂലമായിരിക്കാം. അതുമാത്രമല്ല, മോഹൻലാലിന്റെ വീട്ടിലെ അറേഞ്ച്മെന്റ്സ് എല്ലാം അദ്ദേഹത്തിന്റെ സ്വകാര്യത സംരക്ഷിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ കേണൽ റഹീം നായിക് എന്ന കഥാപാത്രം പലപ്പോഴും ഒളിവിലാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ടീസറിൽ കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം പെരിസ്കോപ്പ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം രാജ്യത്തുടനീളം കുട്ടികൾക്ക് ഫ്രീ ആയി ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു സ്കീം ഉണ്ടെന്നും അതിലൂടെ അവർ ഉപയോഗിക്കുന്ന വലിയ തോതിലുള്ള ലാപ്ടോപ്പുകളിൽ നിന്നും രാജ്യത്തിന്റെ സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്ത് ഡാറ്റ ചോർത്തുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഒരുപക്ഷെ ചാരപ്രവർത്തനം നടത്തുന്ന വ്യക്തികൾ ഇന്ത്യയിൽ ജീവിക്കുന്ന പബ്ലിക്കിൽ വളരെ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കാമെന്നും ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണം ദർശനയുടെ കഥാപാത്രം ലാപ്ടോപ്പുകൾ നിയന്ത്രിക്കുന്ന റൂമിൽ നിന്നും ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ കഴുത്തിൽ കാണിക്കുന്ന ഐഡന്റിറ്റി ടാഗിൽ അവർ ആ ലാപ്ടോപ്പുകൾ കൊടുക്കുന്ന സൊല്യൂഷൻ കമ്പനിയുടെ വക്താവാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയിൽ പല വർഷങ്ങളിലായി സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഇന്ത്യക്കെതിരെ ചാരപ്രവൃത്തി ചെയ്തിട്ടുണ്ട്. സമീപകാലത്തെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ ചാരപ്രവർത്തന സംഘടനയായ ISIയുടെ ഫണ്ട് വാങ്ങി യൂട്യൂബറായ ജ്യോതി മൽഹോത്ര ഇന്ത്യയെ ഒറ്റിക്കൊടുത്ത സംഭവം. ടീസറിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന അതേ എയർപോർട്ടിൽ തന്നെയാണ് പിന്നീട് അറ്റാക്ക് സംഭവിക്കുന്നത്. അവിടേക്ക് വരുന്ന കേന്ദ്രമന്ത്രിമാർക്ക് നേരെയുള്ള ആക്രമണവും അതിനുശേഷം രേവതിയുടെ മരണത്തിന് മമ്മൂട്ടിയുടെ കഥാപാത്രം പങ്കെടുക്കുന്നതായും കാണിക്കുന്നുണ്ട്. കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം ചെയ്യണമെന്ന ആവശ്യവുമായി പെരിസ്കോപ്പ് എന്ന വാക്ക് പറയുന്നത് ഡാനിയലിനോടാണ്. എന്നാൽ ടീസറിന്റെ തുടക്കത്തിൽ തന്നെ മോഹൻലാലിന്റെ പേരിനോടൊപ്പം ഇതേ ഡോക്ടർ ഡാനിയൽ ഇന്ത്യൻ മിലിറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് കാണിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ടെക്നോളജി ഊർജ്ജ മേഖലകളിൽ നിന്നും പലരും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രാജ്യസുരക്ഷാ വിവരങ്ങൾ പാകിസ്ഥാൻ പോലുള്ള മറ്റ് രാജ്യങ്ങൾക്ക് ചോർത്ത് കൊടുത്തത് വാർത്തകളിൽ കണ്ടിട്ടുള്ളതാണ്.
എന്നാൽ ഇതേ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ഒരു ട്രക്കിൽ ഒരു വിൻഡ് ടർബൈൻ ബ്ലേഡ് കൊണ്ടുപോകുന്നതിനിടയിൽ കാറിൽ വന്ന് മമ്മൂട്ടി ഫൈറ്റ് ചെയ്യുന്നത് മേൽ പറഞ്ഞതിന്റെ ഉദാഹരണമാണ്. മമ്മൂട്ടിയുടെ പ്രധാന കഥാപാത്രമായ JAG ഓഫീസറിനെ ചാരപ്രവർത്തിക്ക് കള്ളക്കേസിൽ കുടുക്കി പുറത്താക്കിയപ്പോൾ പിന്നീട് തന്റെ മിഷന് വേണ്ടി അയാൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് അയാളുടെ റൂമിലെ പ്രൈവറ്റ് ക്യാമറകളും യൂട്യൂബ് ചാനലുകളും പിന്നീട് പല വിദേശ രാജ്യങ്ങളിലൂടെയുള്ള യാത്രകളും സൂചിപ്പിക്കുന്നു. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കഥാപാത്രങ്ങളുടെ കൂടെ പറയുന്ന മൂന്നാമത്തെ പേര് ആരുടെയാണെന്ന് ടീസറിൽ പറയുന്നില്ല. 1 മിനിറ്റ് 22 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഈ ടീസറിൽ നിന്നും എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.